ഒരു വീട്ടിന്റെ ലൊക്കേഷനാ തന്നിനി. അപ്പൊ വണ്ടി സർവീസ് ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്നാ തോന്നുന്നത് ഗൈസ്. ഗൂഗിള് തെറ്റാ? താങ്ക്സ്. ഗൂഗിൾ നമ്മൾ ചതിച്ചു അല്ലേ? ഗൂഗിൾ നമ്മളെ ചതിച്ചു. വണ്ടി 1655 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിന്ന് പോകുന്ന എടുക്ക വെച്ചാല് ഇപ്പൊ കണ്ണൂർ വന്നിക്കാണ്. നമ്മളെ വണ്ടി 1655 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ 1000 കിലോമീറ്ററിലാണ് നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. 1655 ആയിട്ടുണ്ട്. എന്താണ് അപ്പൊ അതൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പിണറായി വിജയന്റെ നാട്ടിലോട്ടാ പോണേ. നമ്മളെ വണ്ടി ഫസ്റ്റ് സർവീസ് പിണറായിൽ വെച്ചിട്ടാണ്, അവിടുത്തെ എമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം എന്ത് ചെയ്യാനേ, നമുക്ക് ഇപ്പൊ തലശ്ശേരി എത്തി, നമ്മൾ കണ്ണൂര് കാസർഗോഡ് ക്ലിയർ ചെയ്യണം. അപ്പൊ വണ്ടിയും സർവീസ് ചെയ്ത് വെച്ചു. എന്താണ് മെയിൻ കോമഡി എന്താന്ന് വെച്ചാല്, ഞാൻ ഇതുവരെ പിണറായിലെ ഒരു സർവീസ് സെന്റർ കണ്ടിട്ടില്ല. പക്ഷെ ഇതിലുണ്ട് എന്നാ പറയുന്നത്. കുറച്ചും കൂടി മുമ്പോട്ട് പോയാല് എടുത്തോട്ട് ഇവിടെ ഒരു റോഡ് ഉണ്ട് എന്നാണ്. ഈ റോഡ് ഓൺ ദ റൈറ്റ് ഒരു പൊരയുണ്ട്. ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സർവീസ് സെന്റർ ഞാൻ ചോദിച്ചു നോക്കട്ടെ. വേക്കോട്ടേക്ക് എടുത്താ. ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്നാ തോന്നുന്നത് ഗൈസ്. ഇവിടെ സുസുക്കിന്റെ സർവീസ് സെന്റർ ഉണ്ട്. കൊടുവള്ളിയാ? ഗൂഗിളിൽ തെറ്റാ? താങ്ക്സ്. ഗൂഗിൾ നമ്മൾ ചതിച്ചു അല്ലേ? ഗൂഗിൾ നമ്മളെ ചതിച്ചു. മറ്റേ ആ കണ്ണൂര് വന്ന് ആ റോഡ് ഹുണ്ടായിന്റെ ഷോറൂം അതിന്റെ ആ പാലത്തിന്റെ അവിടെയുള്ള ഇതാ പറയുന്നത്. ആ പാലത്തിന്റെ അവിടെ അല്ലേ? ആ ഓക്കെ. ഗൂഗിൾ മാപ്പ് ചതിച്ചു നമ്മളെ. പണി തന്നു ഗൈസ്. ഒരു വീട്ടിന്റെ ലൊക്കേഷനാ തന്നിനി. ഞാൻ റെഡിക്കാലിച്ച് ഞാൻ ഇതൊരു പിണറായിലൊരു സർവീസ് സെന്റർ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ കേൾക്കണേ. പിന്നെ ഇതില് ഫോട്ടോ കണ്ടോണ്ട് ഞാൻ പിന്നെ എടുത്തേ, പിന്നെ ചതിച്ചു. ഇനി നേരെ നമ്മള് പോവാണ്. ഇനി അടുത്ത സർവീസ് സെന്ററിലേക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്തോളൂ, ഗൂഗിൾ മാപ്പ് വേണ്ട. ഫൈനലി നമ്മളിതാ എത്തി. ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിന്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പൊ ഇതാ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ വണ്ടി സർവീസ് ഇവിടെ ജിംനി സർവീസ് ചെയ്യില്ലേ? ഓക്കെ. ഫസ്റ്റ് സർവീസ് ആണ് ഇത്. സർവീസ് എത്രാമത്തെ ടോക്കണേ? ഇത് എപ്പത്തേക്ക്? ഓക്കെ. അപ്പൊ ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് സർവീസ് ചെയ്യാൻ ഒരു വണ്ടി എടുത്ത് വരുന്നത്. ബൈക്കൊക്കെ വന്നിരുന്നല്ലാണ്ട് കാർ എടുത്ത് ഞാൻ വന്നില്ല. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കോച്ചിന് കണ്ണൂരിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം. അതുപോലെ തന്നെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ വന്നിട്ട് തന്നെ ചെയ്തത്. വണ്ടിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഭയങ്കരമായിട്ടും ബീച്ചിലൊക്കെ പോയി ഇറക്കിയിട്ട് ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഉള്ളും ഒക്കെ ഫുള്ള് ചളിയായി. മൂപ്പര് എറണാകുളക്കാരനാണ്, നമ്മളെ കാടാണ് അല്ലേ? കാട് എറണാകുളത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 646518 ഇടത്ത കയ്യാണ് ആദിക്ക്. എൻ്റെ പേര് ഇതികൾ മുഹമ്മദ് ഇൻസാഫ് നെയ്മ് ആദിക്ക് അങ്ങനെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇടത്ത കൈ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബോസേ ഫുൾ ക്ലീൻ ചെയ്യാണ്ട്, മൊത്തം ക്ലീൻ ചെയ്യാണ്ട്. പുള്ളിക്കാരാണ് നമുക്കിന്ന് വണ്ടിന്റെ മൊത്തം കാര്യങ്ങൾ ചെയ്തു തരുന്നത്. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കുക. പുള്ളിക്കാരൻ കണ്ടതാണ് നിങ്ങളെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ചേസ് നമ്പർ നിങ്ങൾ കാണണോ?
ഇതാണ് നമ്മൾ എന്ത് ചെയ്യണേ ചേസ് നമ്പറോടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചേസ് നമ്പർ. ഈ വീഡിയോ കാണിക്കാൻ പറ്റില്ല, പക്ഷേ ചെറുക്കന്മാർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഫോട്ടോ എല്ലാ ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ സർവീസിൽ എന്ത് ചെയ്യണം കാണിക്കണം. ഓക്കെ, ഇത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോൾ എത്ര കൊല്ലം വന്നിട്ട് ഇങ്ങനെ അടുത്ത് ഒന്നാണല്ലേ. ചേസ് നമ്പറാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. പണ്ട് RTO ഓഫീസ്, പണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ RTO മാത്രം നോക്കുന്ന സംഭവമാണ്. സർവീസ് ഫോട്ടോ എടുക്കണം, ചേസ് നമ്പർ തുടച്ച് ഫോട്ടോ എടുക്കണം. ഫസ്റ്റ് സർവീസിന് വന്നപ്പോൾ ഉള്ള രംഗങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മളത് അല്ലേ. ഇത് എത്രയും വന്നിട്ടേ കുറച്ചായുള്ളൂ എന്നാണ് ഏട്ടൻ പറയുന്നത്. ഏട്ടന് അറിയില്ല വന്നത്. അത് റിസ്ക് എടുത്ത് പുള്ളിക്കാരനൊക്കെ നിങ്ങളെ അത് കണ്ടോ, റിസ്ക് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുന്നത്.